ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് രണ്ടും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാഹന സംബന്ധമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമ്മൾ അധികം പേരും സ്വന്തമായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അല്ലെങ്കിൽ വീട്ടിൽ വാഹനമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും വാഹനമുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതായത് ഒന്ന്, നമ്മൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, നമുക്ക് വാഹനത്തിന് പുക ടെസ്റ്റ് ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ജസ്റ്റ് നമ്മൾ MVD അല്ലെങ്കിൽ പോലീസ് നമ്മൾ ചെക്കിങ്ങിൽ ചോദിച്ചുമ്പോൾ അത് സമയം കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു എങ്കിൽ അത് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 2000 രൂപയാണെങ്കിൽ അത് 2000 രൂപ ആണ് നമുക്ക് ഫൈനെങ്കിൽ അത് നമുക്ക് 250 രൂപയ്ക്ക് നമുക്ക് അത് ക്ലോസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആപ്ലിക്കേഷനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും ചലാൻ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ചലാൻ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക നോക്കാം. ആപ്ലിക്കേഷൻ ഇല്ലാതെ എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ചാനൽ ചെക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഈ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചലാൻ ചെക്ക് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ഈ നാലാമത് വരുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, നാലാമത് വരുന്ന ഈ റിസൾട്ട് ചെക്ക് യുവർ ചലാൻ ഡീറ്റെയിൽസ്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ഇങ്ങനെ ഓപ്പണായി വരും. ഇങ്ങനെ ഓപ്പണായി വന്നാൽ ഇങ്ങനെ ജസ്റ്റ് വെബ്സൈറ്റ് ഇങ്ങനെ ഓപ്പണായി വരും. ജിയോ വീടിൻ്റെ അകത്ത് റേഞ്ചില്ല, അതാണ് ഇത്ര സമയം എടുക്കുന്നത് ഇത് ഓപ്പണായി വരാൻ. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതൊന്ന് ഓപ്പൺ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൽ ജസ്റ്റ് നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ ഒന്ന് ജസ്റ്റ് നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ ഇതിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എന്തെങ്കിലും ചെല്ലാനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് മുകളിൽ ലോഗിൻ ചെയ്യാനൊക്കെ പറയുന്നത്, അതിനൊന്നും ആവശ്യമില്ല. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാൻ ആൾറെഡി ക്ലിക്ക് ചെയ്ത് കൊണ്ട് ഏതാണ് നമ്മൾ സിറ്റി എന്ന് ചോദിക്കുന്നില്ല. അപ്പോൾ ആദ്യം നമ്മളോട് സിറ്റി എവിടെ ചോദിക്കും. അപ്പോൾ നമ്മൾ സിറ്റി ഏതാണോ, സിറ്റി മീൻസ് ഡിസ്ട്രിക്റ്റ്, അത് ഏതാണോ എന്ന് വെച്ചാൽ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വാഹനത്തിൻ്റെ നമ്പർ ഇതിൽ അടിച്ചു കൊടുക്കുക. വാഹനത്തിൻ്റെ നമ്പർ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, കൺഗ്രാഷൻ ഓഫ് പെൻഡിങ് ചലാൻ. അപ്പോൾ ചലാൻ എനിക്കൊന്നും ഇല്ല, ഞാനിപ്പോൾ അടിച്ച നമ്പറിൽ ചലാനൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ അത്രയേ ഉള്ളൂ, നമുക്ക് ചലാൻ സിമ്പിളായിട്ട് ആപ്ലിക്കേഷൻ ഇല്ലാതെ ചെക്ക് ചെയ്യാനുള്ള കാര്യം. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, അതാണ് നമ്മൾ പ്രധാനമായിട്ടും. നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നമുക്ക് വരുന്ന ഫൈന് 2000 രൂപ ആയിരിക്കാം. അപ്പോൾ 2000 രൂപയ്ക്ക് നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് 2000 രൂപ നമ്മൾ പേ ചെയ്യണം, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ. അപ്പോൾ അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു എങ്കിൽ നമ്മൾ ആ 2000 രൂപ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 2000 രൂപ നമുക്ക് 250 രൂപ ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അതെങ്ങനെയാണ്? അത് വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് രാവിലെ അപ്പോൾ നമ്മൾ MVD തടുത്തു, MVD ചെക്കിങ്ങിൽ നമ്മൾ പെട്ടു, പോലീസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചു. അപ്പോൾ നമ്മളെ വണ്ടിക്ക് പോലീസ് സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പോലീസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഫൈൻ അടക്കണം. അപ്പോൾ നമ്മൾ ഫൈൻ അടക്കാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മറ്റേ ഫൈൻ അടക്കുക എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ നമുക്ക് അടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അടക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ദിവസം തന്നെ നമ്മൾ പോലീസ് സർട്ടിഫിക്കറ്റ് എടുക്കണം. ഇന്നാണോ നമ്മളോട് തടുത്തത്, വാഹനം തടുത്ത് പോലീസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചത്, ആ ഒരു ദിവസം തന്നെ നമ്മൾ പോലീസ് സർട്ടിഫിക്കറ്റ് എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആരാണ് നമുക്ക് ഫൈൻ ഇട്ടത്, ആ ഒരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ 2000 രൂപ എന്നുള്ളത്
1750 രൂപ കുറച്ച് വെറും 250 രൂപ അടച്ചാൽ മതി. ഈ 250 രൂപ അടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതിനുള്ള ഫൈനാണ് 250 രൂപ. അപ്പോൾ നമ്മളത് അടച്ചു കഴിഞ്ഞാൽ 250 രൂപ അടച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിന് പോരാം. ഇനി നമ്മൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ പൊല്യൂഷൻ കൂടുതലാണ്, അതായത് നമ്മുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൽ പുക ടെസ്റ്റിൽ നമ്മുടെ പൊല്യൂഷൻ കൂടുതലാണ് എങ്കിൽ, നോർമൽ അല്ല എങ്കിൽ നമ്മൾ 2000 തന്നെ അടക്കേണ്ടി വരും. ഇങ്ങനെ 2000 തന്നെ അടക്കേണ്ടി ചെയ്യും. പിന്നെ നമ്മുടെ വാഹനം കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ അത് ക്ലിയർ ആക്കിയിട്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ പുതിയത് എടുക്കണം. അത് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് അത്രയും സ്ട്രിക്റ്റാണ്. കാരണം ഈ വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ട് ഇതിനൊന്നും പൊല്യൂഷൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആളുകൾക്ക് ഭയങ്കര പ്രശ്നം തന്നെ. മനുഷ്യർക്കെന്നല്ല എല്ലാ ജീവജാലങ്ങൾക്കും അത് ഭയങ്കര പ്രശ്നം തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സ്ട്രിക്റ്റ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എപ്പോഴും കറക്റ്റായിട്ട് തന്നെ സൂക്ഷിക്കുക, കറക്റ്റായിട്ട് തന്നെ കൊണ്ട് നടക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ വാഹനം എപ്പോഴും ഓയിൽ മാറ്റിയിട്ടും അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലെ അടിപൊളി അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.